വീണ്ടും നമ്മളൊരു ഇൻ്റർനാഷണൽ യാത്ര പോകാൻ പോവുകയാണ്. ഓ ഗൈസ്, മാസ്റ്റർ പീസിൻ്റെ ഒറ്റ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി 12:30 ടൈം. നമ്മളുള്ളത് കരിപ്പൂർ എയർപോർട്ടിലാണ്, അതായത് കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ട് അല്ലേ. നമ്മളെങ്ങോട്ടാ പോണ്? ദുബായ് നമ്മൾ യുഎഇയിലേക്കാണ് പോകുന്നത്. രണ്ടാമതും യുഎഇയിലേക്കാണ് പോകുന്നത്. ഇർഷാദ് ഉണ്ട് ബാക്കി തരാനായിട്ട്. കുഞ്ഞുട്ടി എല്ലാ യാത്രക്കും ഉണ്ടായിട്ട് നമ്മളെ ഈ ഒരു എല്ലാത്തിനും നമ്മളെ എല്ലാ പിന്തുണയും നൽകിയിട്ട് അതൊക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഒരു ജ്യേഷ്ഠനായിട്ട് വരും, മറ്റൊരു ജ്യേഷ്ഠനാണിത്, പിന്നെ ഒരു അനിയനാണിത്, ഒക്കെ കസിൻസ് അല്ലേ. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് ദുബായിൽ പോവാണ്. മിക്കവാറും കുറച്ച് ദിവസം, കുറച്ച് മാസങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അവിടെ എത്തിയിട്ട്. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 3:30 ഫ്ലൈറ്റ്. നമ്മളെ G90455 എന്ന് പറഞ്ഞിട്ടുള്ള ദുബായ് ഫ്ലൈറ്റ്, അതിൽ നമ്മൾ പോകുന്നു. അപ്പം പോട്ടെ. ശരി, ഇസ്ലാം അത് ചേട്ടാ. ഓക്കെ കുഞ്ഞിട്ടി പോട്ടെന്നാ. ബാഗാണ് നിങ്ങൾക്ക്? ബാഗ് എടുത്തോ. കുറച്ച് സ്രാവ് ഉണ്ട് അവിടെ എത്തിച്ചാണെങ്കിൽ. എങ്ങനെ സ്രാവ്? ഓനമ്മോന് ആസാമതാ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങള് നാട്ടിൽ പോടെ മറ്റേ ഇവിടെ ഇവിടെ മമ്പുറം 5 അല്ല 4 അല്ല അതിനെ കണ്ടിട്ട് ആ ഇന്ത്യ യാത്രയില് പൊളിക്ക് ദുബായ് വരെ. ഉറങ്ങിനോട് നീച്ചുകൊണ്ടു വന്നാൽ മതി അവന്. إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. Hi guys, this is our flight. Here I am. Hey, I'm arriving. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ. നമ്മൾ പുറത്ത് നമ്മളെ അമ്മാവുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം ലേറ്റായിട്ട് ഇവിടെ കുറേ തിരക്കാണ് ഇമിഗ്രേഷനിൽ. ഞാനത്തെ കാണാത്ത അസ്സലാമു അലൈക്കും. ആരപ്പത് തത്തോ കയ്യട്ടിയ? നല്ല തണുപ്പുണ്ടല്ലോ പോലെ. പൈച്ചുണ്ട്. അങ്ങനെ നമ്മളെ ഷാർജയിൽ എത്തിയിരിക്കുകയാണ്. സൗണ്ടൊക്കെ പോയി കേട്ടോ. സഹീർ അമ്മാവനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കാലങ്ങൾക്ക് ശേഷം. 2003 വർഷത്തിന് ശേഷം, 3 വർഷം 1 മാസം. 2021 ജനുവരി 9 അവിടുന്ന് പോയത്. ഇപ്പൊ 2024 ഫെബ്രുവരി 10 ഇവിടെ ഇറങ്ങി. അതായത് 3 മാസം, 3 കൊല്ലം 1 മാസം, പിന്നെ 1 ദിവസം. വെൽക്കം ടു ദുബായ് യുഎഇ. നമ്മുടെ മരുവനും കൂടിയാണ്. പൊളിച്ചില്ലേ? ഇവിടത്തെ ക്യാമറക്കൊക്കെ ക്ലിയർ കൂടൂലേ? എന്തൊക്കെ പാടി തണുപ്പ് ചുണ്ടൊക്കെ പൊട്ടീനല്ലോ രണ്ടാളെയും. ഇവിടെ ഫാമിലി ആയിട്ടാണ് ഇവിടെ താമസം. അതാണ് ഷാർജ എയർപോർട്ട്. ഒറ്റ എയർപോർട്ടുള്ളൂ സൈബ് ഭായി ഇവിടെ ഷാർജയില്. കിയ സെൽട്ടോസ് ആട്ടോ. ഫ്രഷ് ഇറക്കിയ അടിപൊളി. എന്തായാലും മാറ്റമുണ്ട്. 3 കൊല്ലം കൊണ്ട് അല്ലേ? 3 കൊല്ലം കൊണ്ട് മാറ്റങ്ങളുണ്ട്. മതി. കിയൻ്റെ ഉള്ളൊരു സംഭവം അല്ലേ. പാർക്കിംഗ് ഫീ കൊടുക്കാൻ പോയതാട്ടോ. നോക്കി ഇത് ഡിസ്പ്ലേ ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇതിൻ്റെ ഗിയർ
ഓട്ടോമാറ്റിക് ഗിയർ, അടിപൊളി, സൂപ്പർ. പാർക്കിംഗ് ഫീ കൊടുക്കാൻ പോയതാണ്. ഷാർജയിലെ കാഴ്ചകൾ ഇനിയും കാണിക്കട്ടോ. ഷാർജയിലല്ല, നമ്മൾ ദുബായിലേക്കാണ് പോണത്. ഫ്ലൈറ്റ് ഷാർജയിലേക്കാണ് കിട്ടിയത്. സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്താൽ തുറക്കും. ഇതിന് എത്ര രൂപ ഇവിടെ പാർക്കിംഗ് ഫീ? പാർക്കിംഗ് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. അപ്പോൾ 1 മണിക്കൂറിലധികമായി. 21 ദിറം. 21 ദിറംസ് പറയുമ്പോൾ 400 അല്ലേ? നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് അല്ല, നാട്ടിൽ നിന്ന് ആരും വന്നാലും ഫസ്റ്റ് ദിറംസ് വെച്ചിട്ട് കൂട്ടും. 450 ഉള്ളിൽ 450-500 രൂപ 1 മണിക്കൂർ നിർത്തിയിട്ടാണ് കേട്ടോ. എയർപോർട്ട്, ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട്, അത്രേ ഉള്ളൂ. ദുബായിലാണ് നമുക്ക് 2 എയർപോർട്ട് ഉണ്ട്. ഷാർജയിലാണെങ്കിൽ ഒറ്റ എയർപോർട്ടേ ഉള്ളൂ. അത് ഒറ്റ ടെർമിനലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ടെർമിനൽ ദുബായില് 2 എയർപോർട്ട് ഉണ്ട്. ഒന്നില് 3 ടെർമിനൽ ഉണ്ട്, വേറെ ഒരെണ്ണത്തില് 1 ടെർമിനൽ ഉണ്ട്. മെയിൻലി മറ്റേ കാർഗോ ഒക്കെ പോണതാ. ആൾക്കാർ ഇറങ്ങാറുണ്ട്. എക്സ്പോ സിറ്റിന്റെ അവിടെ. സ്പീഡ് നോക്കിട്ടോ, ഞാൻ സ്പീഡ് വണ്ടികൾ. ഈത്തപ്പനകളുടെ നാട്ടിൽ കൂടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ദുബായ് UAE ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം വന്ന് 1 മാസം നിന്ന് 25 ദിവസം, 1 മാസം നിന്നില്ല, 1 മാസം. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും പിന്നെ 2 മാസം നിൽക്കണം എന്നാണ് പ്രതീക്ഷ. വിശാലമായ മരുഭൂമിയിൽ കൂടി പോവുകയാണ്. ആരൊക്കെയോ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തുന്നുണ്ട്. മാവന്റെ വണ്ടി വണ്ടി പറഞ്ഞിട്ടോ. നമ്മളെ അജ്മാലിലെത്തിട്ടോ. നമ്മളൊരാളുണ്ട്, നമ്മളെ കുടുംബക്കാരനാണ്, അനി വെള്ളേരി, ഏറനാട് മണ്ഡലം. അതെന്താ അങ്ങനെ പറയാനോ? ഞങ്ങൾ ഈ ഏറനാട് മണ്ഡലം ഇതൊക്കെ മറക്കാൻ വേണ്ടി എങ്ങോട്ട് പോകും. ഏറനാട് മണ്ഡലം മൊബൈല് നവകേരള സദസ്, ഏറനാട് മണ്ഡലം നവകേരള സദസ്, iPhone 40 Pro, മൈക്ക്, ഇതൊന്നും മറക്കേണ്ട സാധനങ്ങളല്ല. എന്നാലും ഒന്ന് മറക്കാൻ വേണ്ടിട്ടാണ്. അജ്മാൻ മുവൈഹാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇതേതാ സൂപ്പർ മാർക്കറ്റ്? അൽ മദീന സൂപ്പർ മാർക്കറ്റ് മുന്നിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകള് ജീവിച്ച് ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്തിട്ട് അല്ലേ. നമ്മൾ ഈ ഒരു ദുബായിൽ, അതുപോലെ സൗദിയിലേക്ക് വരുമ്പം ഇങ്ങനെ കുറേ നന്നായിട്ട് നമ്മളെ നാട്ടുകാർക്ക് പച്ചവെള്ളം പോലെ അറിയുന്ന സ്ഥലങ്ങളായിരിക്കും കേട്ടോ പലതും. അൽ മിസ്ബാഹിലെത്തി. ഇവിടെ ചായ കുടിക്കാൻ കയറാണ്. മലബാർ തട്ടുകട. മലയാളത്തിൽ ഇങ്ങനെ കാണുമ്പോ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തൂടെ? പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഫീ ഉണ്ടാ? അല്ല, ഫുഡ് ഐറ്റംസ് ഉണ്ട്. പൊറോട്ട അവസ്ഥ കണ്ടല്ലേ, അടിപൊളി. നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ വരും. ഫുഡൊക്കെ കഴിച്ച് റാത്തായിട്ടോ പോലെ. പാർസലാണ്, ഫുള്ള് കഴിക്കില്ല. നമുക്ക് കുറേ ഓർഡർ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിട്ടോ. പിന്നെ അൽ അൻസാരി എക്സ്ചേഞ്ചിലാട്ടോ ഇതിൻ്റെ മാനേജറിനല്ലേ എന്ത് മാനേജറാണ് നമ്മളെ സഹി. നിങ്ങൾക്ക് എന്താ ഡ്യൂട്ടി? ഡിസൈൻ എഞ്ചിനീയർമാരാട്ടോ. നേരെ വളഞ്ഞൊക്കെ പോയിക്കോളി. ഡെസേർട്ടിൽ പോണ വണ്ടികളാണ് ഇതിട്ടോ. ഡെസേർട്ട് മണല്, മരുഭൂമിയിൽ എന്താല്ലേ കിടില സാധനം. റോഡിലോടാണ് ഈ വണ്ടിയിൽ കയറ്റി പോണ കേട്ടോ. ആകാശൊക്കെ എന്താ രസം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ UAE കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഇപ്രാവശ്യം കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സാധാരണ വ്ളോഗ് അല്ലായിരിക്കും. അതിനെ കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഒരിക്കൽ നമ്മൾ UAE ചെയ്തതാണ്. സെറ്റല്ലേ? പിന്നെ ശനി ഞായറുകൾ കിട്ടൂലേ? ശനി ഞായറിന് കിട്ടും. ബാക്കി അതേമാതിരി ഈ പറഞ്ഞ പോലെ ദുബായ് മോള്, പിന്നെ ബുർജ് ഖലീഫ, ബുർജ് അറബ് ഒക്കെ എല്ലാരും അതെല്ലാം അതേമാതിരി പിന്നെ ഇടാതെ നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ദുബായിന്റെ ഒന്നാമത് നമ്മളൊരു ഉദ്ദേശം എന്നല്ല, നമ്മൾ ഈ ഒരു പ്രവാസികളുടെ ലൈഫൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. കാരണം കുറേ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും നല്ല നിലയ്ക്ക് ജീവിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം
അവരുടെ ഒരു ദിവസത്തെ ജീവിതം അങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെയാണ് ഉള്ളത്. എന്തായാലും നമ്മളെ പ്ലാൻ എങ്ങനെയൊക്കെയാണ് നോക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിൽ റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ദുബായിൻ്റെ മറ്റൊരു ആംഗിൾ നിങ്ങൾക്ക് കാണാം. ബൈ.